ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇച്ചൂസ് ക്രിയേഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി മിക്സറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 വലിയ സ്പൂൺ, നമ്മൾ കറിയൊക്കെ എടുക്കുന്ന സ്പൂണില്ലേ, ആ 4 സ്പൂണ് ബേസൻ പൗഡറാണ്, കടലമാവ്. 4 സ്പൂണ് കടലമാവാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ ഒരു സ്പൂണ് അരിപ്പൊടി, പാക്കറ്റ് അരിപ്പൊടി. ഞാൻ മേടിച്ച അരിപ്പൊടിയാണ്, പാക്കറ്റ് അരിപ്പൊടി. 4 സ്പൂൺ കടലമാവും 1 സ്പൂൺ അരിപ്പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എരിവിന്, നമുക്ക് എരിവ് ആവശ്യത്തിനുള്ള, എനിക്കിപ്പോൾ കുറച്ച് സ്പൈസിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കായം, നമ്മുടെ സാമ്പാറിനൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, ആ സെയിം കായപ്പൊടി, ഒരു 1/2 സ്പൂണ് കായപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് കായപ്പൊടിയും ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പോൾ 1/2 സ്പൂണ് കായപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുകയാണ്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇതിനൊരു 3/4 സ്പൂണ് ഉപ്പ് മതിയാവും, അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇനി നമുക്ക് ഇതിൽ നല്ലോണം കുഴച്ച് യോജിപ്പിച്ച ശേഷം നമുക്ക് കൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ആ 1 സ്പൂണ് ഞാനിപ്പോൾ ഒരു കൂന്തി ഉണ്ടാക്കാൻ വേണ്ടി 1 സ്പൂണ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ഇതെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഓട്ടക്കൈയിലോ ഒരു ഓട്ടപാത്രത്തിലോ ഇട്ടിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിലോട്ട് താഴ്ച്ചാൽ നമ്മുടെ മിക്സറിലുള്ള കൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ആണ് ആയാൽ മാത്രമേ നമുക്ക് ആ ഓട്ടപാത്രത്തിൽ കൂടെ അത് വെളിച്ചെണ്ണയിലോട്ട് വീഴും. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച്, പിന്നെ നമ്മൾ മിക്സ്ചർ കാണാറുണ്ടല്ലോ, കുറച്ച് കടലയും കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. മറ്റേ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ കൂട്ട് ഞാൻ നല്ല ചപ്പാത്തി പരുവത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു സേവനാഴിയിലോട്ടിട്ട് വെളിച്ചെണ്ണയിലോട്ട് സേവനാഴിയിലിട്ടതിന് ശേഷം സാധാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ചത്, വെളിച്ചെണ്ണ നല്ലോണം തിളച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് സേവനാഴിയിൽ കൂടെ ഇത് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്തിട്ടില്ലെങ്കിലും പൊട്ടിയിടാനും കുഴപ്പമൊന്നുമില്ല, നമ്മളെന്തായാലും മിക്സ്ചർ പൊട്ടിയിട്ട് തന്നെയല്ലേ തിന്നുന്നത്. കുറച്ച് ഐറ്റം ഞാൻ വലിയ അച്ചിട്ടിട്ടും കുറച്ച് ഐറ്റം നമ്മുടെ ചെറിയ അച്ചിട്ടിട്ടും ഉണ്ടാക്കുകയാണ്. ഇത് കുറച്ച് വലിയ അച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ഞാൻ ചെറിയ അച്ചിട്ടിട്ടും ഉണ്ടാക്കി. ഇനി കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ 2 സൈഡും നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് വരും. കുറച്ചധികം ഇതായി കഴിഞ്ഞാൽ ചുമന്ന് പോവും. ഞാനതൊരു തവിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് കൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. കൂന്തി ഉണ്ടാക്കാൻ ഒന്നിക്കാൻ നമുക്ക് അരിപ്പക്കൈയിലുണ്ടെങ്കിൽ ആ അരിപ്പക്കൈയിലോട്ട് പാർന്നിട്ട് എടുക്കാം. ഇപ്പം ഞാൻ അരിപ്പക്കൈയിലോട്ടല്ല, ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഇത് വെളിച്ചെണ്ണയിലോട്ട് ഇങ്ങനെ ചുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചാൽ ഈ കടലയും കൂടി ആ വെളിച്ചെണ്ണയിൽ, സെയിം വെളിച്ചെണ്ണയിൽ തന്നെ ആ കടലയും കൂടി വറുത്ത് കോരാം. അധികം വറന്ന് പോകരുത്, അപ്പോൾ നമുക്ക് കയ്പ്പ് ടേസ്റ്റ് അടിക്കും. അപ്പോൾ എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഈ നമ്മളെടുത്ത സാധനങ്ങളെല്ലാം ഇപ്പോൾ യോജിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കായവും മുളക് പൊടിയും വേണമെങ്കിൽ ആഡ് ചെയ്യുക. നല്ലൊരു ടേസ്റ്റി മിക്സ്ചറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.